കുറുപ്പമ്പടിയിൽ സഹോദരിമാരായ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടികളുടെ മാതാവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. നേരത്തെ മാതാവിന്റെ ആൺ സുഹൃത്ത് ധനേഷ് എന്ന് പറഞ്ഞ ആളായിരുന്നു സഹോദരിമാരായ 12-13 വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചത്. അപ്പോൾ തന്നെ ധനേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു. പീഡനത്തിൽ അമ്മയുടെ അറിവോടുകൂടിയാണ് ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചതെന്ന് ധനേഷ് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ഇതാ പോലീസ് അമ്മയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന മാതാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. ഇന്നലെയായിരുന്നു സംഭവം ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ റാഫി കരീം വിശദാംശങ്ങളുമായി ചെയ്യുന്നു. റാഫി, ഈ അമ്മയുടെ ആൺ സുഹൃത്ത് സഹോദരിമാരായ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ മാതാവിനെ കൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതായത് ഈ മാതാവ് എല്ലാം അറിഞ്ഞിരുന്നു, മാതാവിന്റെ സമ്മതത്തോടെ അല്ലെങ്കിൽ മാതാവിന്റെ അറിവോടെയായിരുന്നു പീഡനം എന്നാണോ അനുമാനം? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ അമ്മയ്ക്കെതിരായ മാതാവിനെതിരായ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇന്ന് ഈ മാതാവിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വിളിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ മാതാവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാതാവ് പ്രതിയാകുമെന്നുള്ള തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. കാരണം ഈ മാതാവിൻ്റെ സുഹൃത്ത് തുടർച്ചയായി 2 വർഷത്തോളം ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചതിൽ മാതാവിന് അറിവുണ്ട് എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് സൂചനകളുണ്ടായിരുന്നു. ഈ പെൺകുട്ടികളുടെ മൊഴിയിൽ ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് ഇന്നലെ ഈ ധനേഷിന്റെ അറസ്റ്റിനു ശേഷം നടത്തിയത്. ഈ അന്വേഷണത്തിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മാതാവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. ഈ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇപ്പോൾ മാതാവ് പ്രതിയായിക്കൊണ്ട് മറ്റൊരു കേസ് കൂടി ഉണ്ടാകുമെന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടികളെ പീഡിപ്പിച്ച വിവരം കുട്ടികൾ മാതാവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനു ശേഷവും ധനേഷിന് കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം മാതാവ് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ഈ വിവരം കുട്ടികൾ മാതാവിനെ അറിയിച്ചിട്ടും നിയമ നടപടികളിലേക്കോ ധനേഷിനെ വിലക്കാനോ മാതാവ് തയ്യാറായില്ല എന്നുള്ളതും ഈ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാതാവിനെ പ്രതിയാക്കി മറ്റൊരു കേസ് കൂടി ഈ അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. ഈ കേസിലാണ് ഈ മാതാവിനെ അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ വിവരങ്ങൾക്ക് പിന്നാലെയാണ് മാതാവിനെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ ധനേഷ് 2 വർഷമായി ഈ കുട്ടികളെ തുടർച്ചയായി പീഡിപ്പിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ മാതാവിനെ ഈ കുട്ടികൾ വിശദമായി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഈ ധനേഷ് പീഡനം തുടർന്നു. ഇത് മാതാവിൻ്റെ അറിവോടുകൂടിയും മാതാവിൻ്റെ സമ്മതത്തോടു കൂടിയുമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് സംശയങ്ങളുണ്ടായിരുന്നു. ഈ ധനേഷ് ഈ മാതാവുമായി പരിചയപ്പെടുന്നത് ഈ കുട്ടികളുടെ പിതാവ് അയാൾക്ക് രോഗമായതിനു ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും മറ്റുമായി ഈ ധനേഷിൻ്റെ ടാക്സി ഈ മാതാവ് വിളിച്ചിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നീട് ഈ കുട്ടികളുടെ പിതാവ് മരിക്കുന്നു. അതിനുശേഷം ഈ ധനേഷും ഈ സ്ത്രീയും തമ്മിലുള്ള ബന്ധം തുടരുന്നു. അത് കൂടുതൽ ദൃഢമായി മുന്നോട്ട് പോകുന്നു. ഇതിന് ശേഷമാണ് ഈ ധനേഷ് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ആരംഭിച്ചത്. ഈ കുട്ടികളെ ധനേഷ് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കുട്ടികൾ മാതാവിനോട് ഈ വിവരം പറഞ്ഞിരുന്നു എന്നുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് മാതാവിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. അപ്പോൾ തന്നെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഈ കേസിൽ മാതാവിന് അറിവുണ്ട്, അതുകൊണ്ട് തന്നെ മാതാവും ഈ കേസിൽ പ്രതിയാകുമെന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് മാതാവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതും ഇപ്പോൾ മാതാവ് ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീഡനത്തിന് ഒത്താശ ചെയ്തു എന്നുള്ളതിനും ഒപ്പം തന്നെ പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നുള്ളതിനും മാതാവിനെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്തായാലും ഈ സംഭവത്തിൽ ഈ ആൺ സുഹൃത്തും ഒപ്പം തന്നെ ഈ കുട്ടികളുടെ മാതാവും പ്രതിയായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് ഇനി മുന്നോട്ട് പോവുക. മാതാവിൻ്റെത് കുറ്റകരമായ മൗനം എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. 2 വർഷത്തോളം, അതായത് ആ സഹോദരിമാരെ പെൺകുട്ടികൾ 8ഉം 10ഉം പ്രായമുള്ള സമയത്ത് തുടങ്ങിയ പീഡനം. 2 വർഷത്തോളം ആൺ സുഹൃത്ത് ഈ പെൺകുട്ടികളെ, സ്വന്തം മക്കളെ പീഡിപ്പിച്ചിട്ടും ആ അമ്മ ഒരു വാക്ക് മിണ്ടിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പുറത്തു പറഞ്ഞില്ല. പെൺകുട്ടികൾ അമ്മയോട് വേദനകൾ, അവർ താണ്ടിയ പീഡനങ്ങൾ പറഞ്ഞപ്പോൾ അതിനുപോലും ചെവി കൊടുക്കാതിരുന്ന 2 വർഷത്തോളം ആൺ സുഹൃത്തിനെ സംരക്ഷിച്ച മാതാവ് കേസുമായി ബന്ധപ്പെട്ട് ഒടുക്കം കസ്റ്റഡിയിലായിരിക്കുന്നു. കൂടുതൽ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത ശേഷം ആ കേസിൽ
ഉൾപ്പെടുത്തിയായിരിക്കും മാതാവിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തേക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രായം കുറഞ്ഞ 2 സഹോദരിമാരെ ആൺ സുഹൃത്ത് പീഡിപ്പിക്കുകയും ഈ പീഡന വിവരം പുറത്തറിയുന്നത് പോലും ആ പ്രതിയുടെ ഒരു ലൈംഗിക വൈകൃതത്തിന്റെ ഭാഗമായി തന്നെയാണ്. ഈ പെൺകുട്ടികളോട് തന്റെ സഹപാഠികളെയും വിളിച്ച് വീട്ടിലേക്ക് വരണമെന്ന്, പീഡനത്തിനിരയാക്കാൻ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് വൈകൃതങ്ങളുള്ള ആൺ സുഹൃത്തിനെ 2 വർഷത്തോളം സ്വന്തം മക്കളെ പീഡിപ്പിച്ചിട്ടും അതെല്ലാം മൗനമായി കണ്ടുനിന്ന് കേട്ടുനിന്ന് പുറത്തു പറയാതിരുന്ന അമ്മയെ കസ്റ്റഡിയെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. റാഫി കരീം വിശദാംശങ്ങളുമായി ചെയ്യുന്നു. റാഫി, ഈ പ്രതിയെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകൃതമുള്ള ഒരു മനുഷ്യരാണെന്ന് തന്നെ മനസ്സിലാക്കാൻ ഇയാൾക്കെതിരെ കൂടുതൽ പരാതികളോ സമാനമായ മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നടക്കമുള്ള വിശദമായ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധനയിലേക്ക് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും. കാരണം ഈ പ്രതി ഈ വിവരം പുറത്തു വരുന്നത് തന്നെ ഈ പ്രതിയുടെ ലൈംഗിക വൈകൃതം പുറത്ത് അറിയുന്നതോടൊപ്പമാണ്. കാരണം ഈ 2 കുട്ടികളെയും 8ഉം 10ഉം പ്രായമുള്ള 2 കുട്ടികളെ തുടർച്ചയായി പ്രതി പീഡിപ്പിക്കുന്നു. അതിനുശേഷം ഈ കുട്ടികളോട് പ്രതി ആവശ്യപ്പെടുന്നത് ഇവരുടെ മറ്റൊരു സുഹൃത്തിനെ അയാളുടെ വീട്ടിലേക്ക് എത്തിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ പ്രതി മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൂടെയാണ് ഈ കേസിൻ്റെ ചുരുളഴിയുന്നതും ഈ കേസ് പുറത്തു വരുന്നതും. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പ്രതിയുടെ ലൈംഗിക വൈകൃതം ഈ പ്രതി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപും ആവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം കടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകളടക്കം, പ്രതി മുൻപ് താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെ വിവരങ്ങളടക്കം, പ്രതി മുൻപ് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിലെ വിവരങ്ങളടക്കം എല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ 2 പേരെയും പ്രതി ഒരുപോലെ തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ 2 പേരുടെയും സുഹൃത്തിനെ കൂടി ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ പ്രതി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് ഈ കേസിൻ്റെ എല്ലാം പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുളഴിയുന്നതും ആ തരത്തിലായതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ ഉണ്ടാകുമോ എന്നുള്ള സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പ്രതി കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് പിന്നാലെ തന്നെ ഈ കുട്ടികൾ മാതാവിനെ വിവരം അറിയിച്ചിട്ടും മാതാവ് എന്തുകൊണ്ട് ഈ വിവരം പുറത്തു പറഞ്ഞില്ല എന്നുള്ളതാണ്.